എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ കണ്ണാടി പയ്യൻ അവനാണെങ്കിൽ ഒരുപാട് പരിക്കുകളൊക്കെ പറ്റി വേദനയിൽ അങ്ങനെ നടന്നു വരികയാണ്. അപ്പം അവൻ കാണും ദൂരത്തായിട്ട് ഒരു സോൾ റീപ്പർ ക്യാപ്റ്റൻ. അവനാണെങ്കിൽ ഇപ്പൊ നമ്മുടെ കണ്ണാടി പയ്യനെ നോക്കി അങ്ങനെ ടെററായിട്ട് നിൽക്കും. കണ്ണാടി പയ്യനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവനോട് ഫൈറ്റ് ചെയ്യണോ രക്ഷപ്പെട്ടു പോണോ എന്നറിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. കണ്ണാടി പയ്യന് ഒരു കാര്യം ഇപ്പൊ നന്നായിട്ട് അറിയാം. അവനെ കൊണ്ട് ഇപ്പൊ ഫൈറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. കാരണം അവന്റെ ബോഡിയിൽ ഒരുപാട് പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. അൺലിമിറ്റഡ് ആയിട്ട് അവൻ പവർ റിലീസ് ചെയ്തുകൊണ്ട് തന്നെ അവനിപ്പോ തീരെ പവറില്ല. പക്ഷെ ക്യാപ്റ്റൻ സോൾ റീപ്പർ ആണെങ്കിൽ രണ്ടാമൊന്നും ചിന്തിക്കാതെ ഫൈറ്റ് ചെയ്യാൻ സ്ക്വാഡ് പുറത്തെടുക്കും. അത് കാണേണ്ട താമസം നമ്മുടെ കണ്ണാടി പയ്യൻ അവൻ ബോധം കെട്ട് അങ്ങനെ താഴെ വീഴാണ്. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഹീറോ ഇച്ചിഗോയും ആ ക്യാറ്റ് ലേഡിയും. ക്യാറ്റ് ആണെങ്കിൽ ഹീറോയുടെ ഒരു കാര്യം തീർത്തു പറയും. ഈ 3 ദിവസം അത് നിർണായക ദിവസങ്ങളാണ്. ഒരു വർഷം കൊണ്ട് ട്രെയിൻ ചെയ്ത് പഠിക്കേണ്ട കാര്യമാണ് വെറും 3 ദിവസം കൊണ്ട് നിനക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ആ 3 ദിവസം വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. നീ നല്ല രീതിയിൽ നിന്റെ പവർ ഉപയോഗിച്ച് കോൺസെൻട്രേറ്റ് ചെയ്താൽ മാത്രമേ നിനക്കത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കൂ എന്ന് പറയും. ഹീറോയ്ക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ അപ്പോഴും വല്ലാത്തൊരു കൺഫ്യൂഷൻ തോന്നും. ഒരു വർഷം കൊണ്ട് പഠിക്കേണ്ടത് വെറും 3 ദിവസം കൊണ്ട് എന്നെ കൊണ്ട് പഠിക്കാൻ കഴിയോ? ഈ ബാങ്കായ് പവർ നിന്റെ സെക്കൻഡ് ലെവലിനെ പുറത്തേക്ക് കൊണ്ടുവരും. സോ നീ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ട്രെയിനിങ് എടുക്കുന്ന സമയം. 3 ദിവസത്തിനുള്ളിൽ നിനക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഒരു കാരണവശാലും നിനക്ക് റുക്കയെ രക്ഷിക്കാനായിട്ട് കഴിയില്ല. ഇച്ചിഗോ ആണെങ്കിൽ അത് കേട്ടങ്ങനെ ഷോക്ക് ആവുകയാണ്. ഇവിടെ നമ്മുടെ ക്യാറ്റ് ലേഡി അവളാണെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഡെമ്മി ക്രിയേറ്റ് ചെയ്യാണ്. അതിനുശേഷം ഇച്ചിഗോട് പറയും, ഇതുപയോഗിച്ച് ഞാൻ നിന്റെ സ്ക്വാഡിനെയും നിന്നെയും മാനിഫെസ്റ്റ് ചെയ്യാൻ പോവാണ്. നീ നിന്റെ സ്ക്വാഡ് ഉപയോഗിച്ച് ഇതിനെ ആഞ്ഞു വെട്ടണം. സോ അതിനുശേഷമായിരിക്കും നിന്റെ ട്രെയിനിങ് അത് ആരംഭിക്കുക. ഹീറോ ആണെങ്കിൽ അതനുസരിച്ച് അവന്റെ സ്ക്വാഡ് ഉപയോഗിച്ച് ആ ഒരു ഡെമ്മിയിൽ ആഞ്ഞു വെട്ടും. അടുത്ത നിമിഷം തന്നെ വലിയൊരു പവർ അങ്ങനെ റിലീസായി ആ ഒരു ഡെമ്മിയും അവന്റെ സ്ക്വാഡും അത് രണ്ടും അങ്ങനെ സെക്കൻഡുകൾ കൊണ്ട് അവിടുന്ന് ഇൻവിസിബിളായി മാറുകയാണ്. അതിനുശേഷം അടുത്ത നിമിഷം അവന്റെ സമ്പത്തു സംഗക്സു അതങ്ങനെ പുറത്തേക്ക് വരികയാണ്. 3 ദിവസം നിന്നോടൊപ്പം ഇവനുണ്ടാവും. ഇവനുമായിട്ടായിരിക്കും നിന്റെ ട്രെയിനിങ്ങും ഫൈറ്റും അതെല്ലാം തന്നെ മുൻപോട്ടേക്ക് പോവുക. ക്യാറ്റ് ലേഡി അത് പറയുന്ന അതേ സമയം തന്നെ ആ സമ്പത്തു അവനാണെങ്കിൽ ഒരു പ്രത്യേക തരം ആർട്ട് ഫോം അങ്ങനെ റിലീസ് ചെയ്യാണ്. അവൻ ആർട്ട് ഫോം അത് പതിയെ റിലീസ് ചെയ്യുന്തോറും അവിടെ ഒരുപാട് സ്ക്വാഡുകൾ അങ്ങനെ ഓരോ ഭാഗത്തായിട്ട് ക്രിയേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഹീറോയ്ക്കാണെങ്കിൽ അവൻ എന്താ ചെയ്യണേ, ഇതിലൂടെ ഇവരെന്താ ഉദ്ദേശിക്കണേ എന്നൊന്നും മനസ്സിലാവില്ല. അവനാണെങ്കിൽ വണ്ടറടിച്ച് ആ ഒരു സ്ക്വാഡുകളിലേക്ക് നോക്കും. ആ സമ്പത്തു ആണെങ്കിൽ ഇപ്പോ ഹീറോ ഇച്ചിഗോട് പറയും, ഇതിലെ റിയൽ സ്ക്വാഡ് അത് കണ്ടെത്തി നീ എന്നെ അറ്റാക്ക് ചെയ്ത് തോൽപ്പിക്കണം. അതല്ല എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിന്നെ കൊന്നു കളയുമെന്ന് പറഞ്ഞ് സമ്പത്തു ആണെങ്കിൽ ഇപ്പൊ ഹീറോയുമായിട്ട് പൊരിഞ്ഞ അട്ടിയിടി ഫൈറ്റ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ സ്ക്വാഡ് 4ലെ മെമ്പേഴ്സിനെ കാണിക്കും. അവർക്കാണെങ്കിൽ ഇപ്പൊ ഒരുപാട് ജോലി കൂടിയിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ഇച്ചിഗോയും ഗ്യാങ്ങും സോൾ സൊസൈറ്റിയിലേക്ക് വന്നതിന് ശേഷം ഒരുപാട് സോൾ റീപ്പേഴ്സിനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞു. അവർക്ക് മെഡിസിൻ കൊടുക്കുക, അവരെ ശുശ്രൂഷിക്കുക, കറക്റ്റ് സമയത്ത് ഭക്ഷണം കൊടുക്കുക, ഇതെല്ലാമാണ് അവരുടെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ജോലി. അതുകൊണ്ട് തന്നെ സ്ക്വാഡ് 4 യൂണിറ്റിലെ എല്ലാവരും ഇപ്പൊ ഭയങ്കര ജോലി തിരക്കിലാണ്. 4th യൂണിറ്റിന്റെ ക്യാപ്റ്റൻ ആണെങ്കിൽ ഇപ്പൊ ഭയങ്കരമായിട്ട് ടെൻഷനാവും. കാരണം ആൾക്കും ഒരുപാട് വർക്ക് ലോഡ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആളാണെങ്കിൽ ആളുടെ അസിസ്റ്റൻസിനെ തിരിച്ചും മറിച്ചും ഓരോ ജോലിക്ക് പറഞ്ഞയച്ചുകൊണ്ടേയിരിക്കും. അവരും ഒരു ഭാഗത്ത് ടയർഡ് ആവുകയാണ്. അവരുടെ കംപ്ലൈൻസും കഷ്ടപ്പാടും വർക്ക് ലോഡും എല്ലാം കൊണ്ട് ആളങ്ങനെ ഭ്രാന്ത് പിടിച്ചിരിക്കും. ഒരു നേഴ്സ് ആണെങ്കിൽ ആളുടെ വർക്ക് സ്ട്രെസ് ഒക്കെ കണ്ട് ആളെ സമാധാനിപ്പിക്കും. അതിനുശേഷം ഹനയുടെ കാര്യം അത് പറയാണ്. കട്ട് ചെയ്ത ഇവിടെ ഹന അവളാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ അവനിപ്പോ പണിഷ്മെന്റ് കൊടുക്കാനായിട്ട് പോവാണ്. ഹനയാണെങ്കിൽ ആരോടും ഒന്നും മിണ്ടാതെ എല്ലാവരുടെയും മുൻപിൽ തല താഴ്ത്തി നിൽക്കും. എല്ലാവരും ഹനയെ അങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. പക്ഷെ അവിടെയുള്ള ചിലർക്കാണെങ്കിൽ ഹനയെ കുറ്റപ്പെടുത്താനായിട്ട് കഴിയില്ല. കാരണം ഹനയെ സംബന്ധിച്ചിടത്തോളം അവൾ ചെയ്തതെല്ലാം ശരിയായ കാര്യമാണെന്ന് പറഞ്ഞ് മറ്റു ചിലരാണെങ്കിൽ അവൾക്ക് നല്ല സപ്പോർട്ട് കൊടുക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ റാഞ്ചിയെ കാണിക്കും. റാഞ്ചിക്കാണെങ്കിൽ ഇപ്പൊ പഴയ മെമ്മറീസ് അതൊന്നായിട്ട് ഓർമ്മ വരികയാണ്. ചെറുപ്പം മുതല് റുക്കയെയും റാഞ്ചിയും അവർ രണ്ടുപേരും ഒന്നിച്ചാണ് വളർന്നത്. അവര് ജീവിച്ചതും പഠിച്ചതും അതെല്ലാം തന്നെ ഒന്നിച്ചായിരുന്നു. അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിഷമം ഉണ്ടെങ്കിൽ ആ സമയത്തെല്ലാം റുക്ക അവനോട് കൂടെ ചേർന്ന് നിന്ന് എല്ലാ കാര്യങ്ങളിലും അവനെ ഹെൽപ്പ് ചെയ്തു. അതിനുശേഷം അവർ ഒരുമിച്ച് തന്നെയാണ് സോൾ റീപ്പേഴ്സ് ആവാനായിട്ട് ട്രെയിനിങ് എടുക്കാനും പഠിക്കാനുമായിട്ട് അക്കാദമിയിലേക്ക് വന്നത്. പിന്നീട് അവളെ കൊച്ചിക്ക് ഫാമിലി കൊണ്ടുപോയി. ഞാൻ ഒരു കാരണവശാലും റുക്കയെ കൊല്ലാനായിട്ട് അനുവദിക്കാൻ പാടില്ല. റുക്ക അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. പഴയതൊക്കെ മറന്ന് ഞാൻ സോൾ റീപ്പേഴ്സിനെ സപ്പോർട്ട് ചെയ്ത് റുക്കയെ കൊല്ലാനായിട്ട് അയച്ച അത് ഞാൻ ചെയ്യാൻ പോകുന്ന വലിയൊരു തെറ്റാണെന്ന് പറഞ്ഞ് അവൻ അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണ്.
റാഞ്ചിയുടെ ബോഡിയിലെ പരിക്കുകളൊക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് ഹീലായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അവന്റെ ലക്ഷ്യം എങ്ങനെയെങ്കിലും റുക്കിയെ സഹായിക്കുക, അവളെ ഒരു കാരണവശാലും മരണത്തിന് വിട്ടുകൊടുക്കാതെ ആ ജയിലിൽ നിന്ന് മോചിപ്പിക്കുക. അതിന് ക്യാപ്റ്റൻ കുച്ചിക്കയെ ആളെ തോൽപ്പിക്കണം. എത്രയും വേഗം കുറെ കൂടെ ട്രെയിനിങ് എടുത്ത് ഞാൻ സ്ട്രോങ് ആയി കുച്ചിക്കയായിട്ട് ഫൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മുടെ റാഞ്ചി അവന്റെ സമ്പത്തു കയ്യിലെടുത്ത് ആ ഒരു സെല്ല് തകർത്ത് പുറത്തേക്ക് വരികയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ ഇച്ചിഗോയുടെ സമ്പത്തും ഇച്ചിഗോയും അവർ രണ്ടുപേരും നല്ല ഫൈറ്റാണ്. സമ്പത്തും ആനാണെങ്കിൽ വമ്പ ടെക്നിക്കൊക്കെ ഉപയോഗിച്ച് ഹീറോയെ ഫൈറ്റ് ചെയ്തൊരു ഭാഗത്ത് ഇട്ടിരിക്കുകയാണ്. ഒരുപാട് നേരം ഫൈറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഹീറോയ്ക്കാണെങ്കിൽ ഇപ്പോൾ ഒട്ടും പവറില്ല. മാത്രമല്ല അവന്റെ ബോഡിയിൽ പരുക്കുകളൊക്കെ പറ്റി ചോര എങ്ങനെ തുളുമ്പി കിടക്കുകയാണ്. ദൂരത്തായിട്ട് നമ്മുടെ കാറ്റ് ലേഡി അവളാണെങ്കിൽ ഹീറോയെ എൻകറേജ് ചെയ്യും. കമോൺ കമോൺ, ഇതാണ് നിന്റെ അവസാനത്തെ പ്രതീക്ഷ. ഇപ്പൊ നീ കറക്റ്റ് ആയിട്ട് ഈ ഒരു ബാറ്റിൽ ഫൈറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നിന്നെ കൊണ്ട് ഒരിക്കലും റുക്കിയെ രക്ഷപ്പെടുത്താനായിട്ട് കഴിയില്ല. നിന്റെ പവർ അതെന്താണെന്ന് മനസ്സിലാക്ക്, എഴുന്നേറ്റ് അവനുമായിട്ട് ഫൈറ്റ് ചെയ്യ്. അവളുടെ പവർഫുൾ വാക്കുകൾ അത് കേട്ട് ഇപ്പൊ നമ്മുടെ ഹീറോ ഇച്ചിഗോ അവൻ വീണ്ടും എഴുന്നേറ്റ് നിൽക്കും. ഹീറോ ആണെങ്കിൽ വീണ്ടും അവന്റെ ശക്തിയൊക്കെ എടുത്ത് അവന്റെ സമ്പത്തുമായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അവന്റെ ഒരേ ഒരു ലക്ഷ്യം പവർഫുൾ ആവുക, റുക്കിയെ രക്ഷിക്കുക. ഹീറോ പഠിച്ച പണി 18 നോക്കിയിട്ടും അവനെ കൊണ്ട് അവന്റെ മുൻപിൽ എൻ്റെ സമ്പത്തുവിൻ്റെ മുൻപിൽ പിടിച്ചു നിൽക്കാനായിട്ടാവില്ല. സമ്പത്തു അവൻ്റെ സ്ക്വാഡ് ഉപയോഗിച്ച് ഹീറോയെ വീണ്ടും വീണ്ടും അച്ചറം പൊച്ചറ ആഞ്ഞു വെട്ടി വലിയ രീതിയിൽ പരിക്കുകൾ പറ്റിക്കുകയാണ്. പ്രതീക്ഷ കൈവിടാതെ ഹീറോ വീണ്ടും വീണ്ടും അവൻ്റെ നേർക്ക് അങ്ങനെ ചെന്നുകൊണ്ടേയിരിക്കും. അതേസമയം മറ്റൊരു ഭാഗത്ത് സോൾ റീപ്പർ അവനാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഒറിഹിബയായിട്ട് ഉഷാറായിട്ട് ഓടി ഒരു സ്റ്റെപ്പ് വഴി മുകളിലേക്ക് വരും. അപ്പൊ ദൂരത്തായിട്ട് നമ്മുടെ പിങ്ക് പെണ്ണ് അവൾ അങ്ങനെ അവനെ നോക്കി നിൽക്കുകയാണ്. അവൾക്കാണെങ്കിൽ അവന്റെ കയ്യില് ഒറിഹിബയെ കണ്ട് ഒരുപാട് അത്ഭുതം. അവൾക്ക് നന്നായിട്ട് അറിയാം ഈ ഒറിഹിബ അവള് ഇച്ചിഗോയുടെ ഫ്രണ്ടാണെന്ന്. ആ സോൾ റീപ്പർ ആണെങ്കിൽ പിങ്ക് പെണ്ണിനെ കണ്ട് ഒന്ന് ഷോക്കാവും. അവൻ അങ്ങനെ അവിടെ അനങ്ങാൻ നിൽക്കുകയാണ്. ഇവിടെ പിങ്ക് പെണ്ണ് അവൾ ഒറിഹിബയെ കണ്ട് ഒറിഹിബയെ നോക്കി ചിരിച്ച് അങ്ങനെ അനങ്ങാൻ നിൽക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ആ പിങ്ക് പെണ്ണ് അവളാണെങ്കിൽ ഒറിഹിബയെയും ആ സോൾ റീപ്പറിനെയും കൂട്ടി ഇപ്പോ 11th ഡിവിഷനിലേക്ക് കടന്നു വരികയാണ്. ഒറിഹിബയ്ക്ക് ആവശ്യമുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ അവർ കൊടുക്കും. അതിനുശേഷം 11th കമാൻഡർ ആയിട്ടുള്ള സെറാക്കി അവനാണെങ്കിൽ ഇപ്പോൾ ഒറിഹിബയെ അരികിലേക്ക് വിളിക്കുകയാണ്. നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ നിന്നെ ഉപദ്രവിക്കില്ല. നിന്റെ ഫ്രണ്ടും ടീം ക്യാപ്റ്റനും അല്ലേ സാക്ഷാൽ ഇച്ചിഗോ, അവന് കുഴപ്പമൊന്നുമില്ല, അവൻ സേഫാണ്. ഞാൻ കരുതിയത് അവൻ വെറും യൂസ്ലെസ് ആണെന്നാണ്, പക്ഷെ അവന് ഭയങ്കര പവറാണ്. സോൾ റീപ്പറിന് അപ്പുറമായിട്ട് അവൻ എന്തൊക്കെയോ ചില ശക്തികൾ അവന്റെ ബോഡിയിലുണ്ട്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ കണ്ണാടി പയ്യനെ കാണിക്കും. അവനാണെങ്കിൽ ഇപ്പൊ ജീവനോട് കൂടെ ഉണ്ട്. പക്ഷെ എന്താ ഏതോ ഒരു പ്രിസണില് അവനെ ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അടുത്ത നിമിഷം ഒരു മമ്മി അവന്റെ അടുത്തേക്ക് വരും. അതിനെ കാണേണ്ട താമസം നമ്മുടെ കണ്ണാടി പയ്യൻ ഓ നോ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ്. അവിടേക്ക് വന്നത് മറ്റാരുമല്ല ബ്രദർ കാഞ്ചു ആണ്. അത് മമ്മിയല്ല എന്ന് അല്പസമയം കഴിഞ്ഞായിരിക്കും നമ്മുടെ കണ്ണാടി പയ്യൻ മനസ്സിലാക്കുക. കാഞ്ചു അവൻ ഇപ്പോഴും ജീവനോട് കൂടെ ഉണ്ട്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പൊ കണ്ണാടി പയ്യനെയും ബ്രദറിനെയും മുടിയനെയും അവരെ 3 പേരെയും ഒരു സെല്ലിലേക്ക് മാറ്റും. മുടിയനാണെങ്കിൽ അവരോട് പറയും ആക്ച്വലി ഇവിടെയുള്ള ഒരു മെയിൻ ക്യാപ്റ്റൻ കൊല്ലപ്പെട്ടു, സോ നമ്മളാണ് പ്രൈം സസ്പെക്ട്സ്. ആ ഒരു കേസ് അത് തെളിയുന്നത് വരെ നമ്മളിവിടെ കിടന്നേ പറ്റൂ എന്നവൻ പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.